ഹായ്, ഞാൻ വിഘ്നേഷ്. സൈലത്തിലെ കൊമേഴ്സ് ഫാക്കൽറ്റിയാണ്. നമ്മുടെ SSLC എക്സാംസ് ഒക്കെ അതിഗംഭീരമായിട്ട് നമ്മൾ സൈലത്തിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് SSLC കഴിഞ്ഞ് +1 +2ലേക്ക് ഞാൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. നമുക്കറിയാം, SSLC കഴിഞ്ഞ് +1 +2ലേക്ക് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പല ആളുകൾക്കും പല രീതിയിലുള്ള ചിന്തകളാണ് ഉണ്ടായിരിക്കുക. ചില ആളുകൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചില ആളുകളുടെ പാരൻസ് നിർദ്ദേശിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചില ആളുകളുടെ ഫ്രണ്ട്സ് നിർദ്ദേശിക്കുന്നത് കൊണ്ടോ ചില കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ തിരഞ്ഞെടുക്കുന്ന ആളുണ്ടായിരിക്കും. ഇനി മറ്റു ചില ആളുകട്ടെ, എനിക്ക് IAS ഓഫീസർ ആവണം, അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു. എനിക്കൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം, അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുന്നു. എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, അതുകൊണ്ട് ഞാൻ കൊമേഴ്സ് എടുത്ത് പഠിക്കുന്നു. ഇനി മറ്റു ചിലരാകട്ടെ, ചില ആളുകളുടെ 10A+ ഉള്ളത് കൊണ്ട് ഞാൻ സയൻസ് എടുക്കുന്നു. എനിക്ക് അതിൽ കുറഞ്ഞ A+ ഉള്ളത് കൊണ്ട് ഞാൻ കൊമേഴ്സ് എടുക്കുന്നു. എനിക്ക് കുറച്ച് A+കളേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചാൽ മതി എന്നുള്ള ചിന്തകളുള്ള ആളുകളായിരിക്കും പലരും തന്നെ. പക്ഷെ നമ്മൾ കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചിന്തകളുടെയും ഇത്തരത്തിലുള്ള യാതൊരുവിധ ക്രൈറ്റീരിയസിൻ്റെയും ആവശ്യമില്ല. കൊമേഴ്സ് ഒരു പുതിയൊരു സബ്ജക്റ്റാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് 1ാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുന്നത് പോലെ തന്നെ +1 +2ലാണ് നമ്മൾ കൊമേഴ്സിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കൊമേഴ്സിലെ എല്ലാ കോൺസെപ്റ്റുകളും എല്ലാ കാര്യങ്ങളും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റും. കൊമേഴ്സിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങൾ SSLC ജേർണിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈസ്കൂൾ കാലഘട്ടത്തൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള സബ്ജക്റ്റിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ പോലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. നമുക്ക് ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ട്രീം തന്നെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് എന്ന മേഖലയിൽ നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, കൊമേഴ്സ് പഠിച്ചത് കൊണ്ട് എനിക്ക് എന്തൊക്കെ രീതിയിലാണ് ഫ്യൂച്ചറിലേക്ക് ബെനിഫിറ്റബിൾ ആകാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ എനിക്കിത് പഠിച്ചത് കൊണ്ട് സ്കോപ്പ് ഉണ്ടോ, എനിക്കൊരു 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം ഒരു ജോലി സാധ്യതയുണ്ടോ എന്നുള്ള ചിന്തകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഇതിനായി നിങ്ങൾ അറിയേണ്ടത്, കൊമേഴ്സിലെ തന്നെ പ്രീമിയം കോഴ്സുകളായിട്ടുള്ള CA, ACCA, CMA India, CMA USA, CS പോലുള്ള പ്രീമിയം കോഴ്സുകൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ യങ് ഏജിൽ തന്നെ ഹൈ സാലറിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് സെറ്റിൽ ആകാൻ വേണ്ടി പറ്റും. നമ്മുടെ സമൂഹത്തിലെ ഏതൊരു മേഖല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു കൊമേഴ്സുകാർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, കൊമേഴ്സ് ഒരു പ്രോമിസിങ് സെക്ടറാണ്. നമുക്ക് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ അത്ര തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് കൊമേഴ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ കൊമേഴ്സിൽ ഒരു പ്രൊഫഷണൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഗൈഡൻസും സപ്പോർട്ടും കിട്ടേണ്ടതുണ്ട്. അതിനായിട്ട് സൈലം കൊമേഴ്സ് ടീം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് അതിഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് സൈലത്തിനോടൊപ്പം തന്നെ കൊമേഴ്സ് ജേർണി ആരംഭിക്കാം. Wish you all the best.